നമസ്കാരം, ഞാൻ ഡോക്ടർ വർഗീസ് കായൽവാരത്ത്. പെരുന്നാട് ആസ്ഥാനമായ കായൽവാരത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോ ബാക്ക് പെയിൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അല്ലെങ്കിൽ പിടലി വേദന, കഴുത്തിൻ്റെ വേദന കൊണ്ട് ബുദ്ധിമുട്ടിട്ടില്ലാത്ത ആൾക്കാരായിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രായപൂർത്തിയായ ആൾ അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. വളരെ കോമൺ ആയിട്ട് കാര്യം ഒരു അലർജി, തുമ്മൽ, പനി ഇതൊക്കെ കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ലോ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ നട്ടലിന് ഒരു പ്രത്യേക ആകൃതി വിശേഷമുണ്ട്. അതായത് നമ്മൾ സ്റ്റാൻഡിങ് പോസ്റ്റർ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആ ഒരു തരത്തിൽ. അതായത് ലോഡോസിസ്, ഡോപ്പിങ് തരത്തിലുള്ള ഏകദേശം ഒരു എസ് ആകൃതിയിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ നട്ടലിന് ഉള്ളത്. അത് നമ്മൾക്ക് നിൽക്കുവാനും നമ്മുടെ പലതരത്തിലേക്കും എല്ലാ സൈഡിലേക്കും നമുക്ക് ബെൻഡ് ചെയ്യാനും തിരിയാനും തരുന്ന ഒരു പ്രത്യേക ആകൃതി ആണ് നമ്മുടെ നട്ടലിന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നട്ടലിൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഓരോ എല്ലിൻ്റെയും ഇടയിൽ ഡിസ്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂ, അത് ഒരു റിങ്, ഒരു വാഷറിന് സമാനമായ ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ്. ഈ സോഫ്റ്റ് ടിഷ്യൂ ആണ് എല്ലാ മൂവ്മെൻറ്റിനും നമ്മളെ സഹായിക്കുന്ന വിഷയം. നട്ടലുമായിട്ട് ബന്ധപ്പെട്ട വേദനയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ഡിസ്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രോബ്ലംസ്. അത് പലതരത്തിലുണ്ട്. അത് ചെറിയ തരത്തിലുള്ള സ്റ്റിനോസിസ്, ചെറിയ കംപ്രഷൻ, ഡീജനറേറ്റീവ് ഡിസ്ക് ഇഷ്യൂസ്, അതുപോലെ ഡിസ്ക് പ്രൊലാപ്സ്, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഓരോത്തിനും അതിൻ്റേതായ ലക്ഷണങ്ങളുമുണ്ട്. ഇത് കണ്ടെത്തുവാനായിട്ട് നമ്മൾ പണ്ടുകാലം തൊട്ടേ വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ് എക്സ്റേ എന്ന് പറയുന്നത്. നടുവേദനയുടെ ടെസ്റ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ക്ലിനിക്കിൽ വരുമ്പോൾ ഒരു പേഷ്യൻറ്റിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഒ പിയിൽ വെച്ച് തന്നെ ചെയ്യുന്ന ഒരു ചികിത്സയാണ് ബെൻഡിങ് ടെസ്റ്റുകൾ. പലതരത്തിലുള്ള ബെൻഡിങ്, അതായത് പേഷ്യൻ്റ് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് ടോയിൽ വിരലുകളിൽ നടക്കുക, ആ തരത്തിലുള്ള എക്സസൈസ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ SLR ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡിൽ കിടന്നതിന് ശേഷം കാല് ഉയർത്തി, അതിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, ആ തരത്തിൽ കാല് ഉയർത്തി നോക്കുന്ന ഒരു SLR ടെസ്റ്റ് ഉണ്ട്. ഈ SLR ടെസ്റ്റ് ഇതിൻ്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റായിട്ട് ഉണ്ട്. അതിനുശേഷമാണ് എക്സ്റേ, MRI പോലുള്ള ടെസ്റ്റുകളിലേക്ക് പോകുന്നത്. ഇതിൽ നമുക്ക് രോഗം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എക്സ്റേ, MRI പോലുള്ള ടെസ്റ്റുകളിലേക്ക് പോകാറുണ്ട്. പ്രിലിമിനറി ആയിട്ടാണ് എക്സ്റേ എടുത്ത് നോക്കുന്നത്. അതിനകത്ത് ഡിസ്കിൻ്റെ അകലം അല്ലെങ്കിൽ തേയ്മാനം എന്ന് തുടങ്ങിയ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കാണാൻ കഴിയുന്നു. കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് MRI എന്ന് പറയുന്നത്. വളരെ വിശദമായിട്ട് MRI സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ സ്പൈനൽ നെർവ്സ് കംപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസ്കിന് എത്രത്തോളം തകരാറുണ്ട്, ആ തകരാറിൻ്റെ അളവ് എത്ര, അത് എത്ര എക്സ്റ്റെൻറ്റ്, എത്ര ഡിസ്കുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് MRI സ്കാൻ എടുക്കുന്നത് കൊണ്ട് കഴിയുന്നു. എല്ലാ പ്രോബ്ലവും ഡിസ്കിൻ്റെ ഇഷ്യൂ കൊണ്ട് ആവണമെന്നില്ല. ഒട്ടനവധി പ്രശ്നങ്ങൾ ഓവർ സ്ട്രെയിൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. കാര്യം സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്ന രോഗങ്ങൾ, ഇപ്പം ഡ്രൈവിങ് വളരെയധികമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ വെയിറ്റ് തൂക്കി പിടിച്ച് ഇന്നത്തെ ഒരു ദിവസം യാത്ര പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ഷിഫ്റ്റിംഗ് ഉണ്ട്, അധികമായിട്ട് ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ആ തരത്തിലുള്ള നടുവേദന വരുന്നത്. ഈ നടുവേദന ഏകദേശം 2-3 ദിവസത്തെ ഒരു നല്ല റെസ്റ്റ് കൊണ്ട് തന്നെ മാറിപ്പോകുന്നതായിട്ട്, അതിന് പ്രത്യേകിച്ചൊരു ചികിത്സയോ അല്ലെങ്കിൽ മരുന്നിൻ്റെ തന്നെ ആവശ്യം വരാറില്ല. എന്നിരുന്നാൽ ഒരാഴ്ചയിലധികം നീണ്ടു നിന്ന് പോകുന്ന നടുവിൻ്റെ വേദന, അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. അത് സ്പ്രെഡ് ചെയ്ത്, പ്രത്യേകിച്ച് നമുക്കൊരു പോയിൻ്റ് പറയാൻ സാധിക്കുന്നില്ല ഇന്നടുത്തുനിന്നാണ്, അല്ലെങ്കിൽ ഈ വേദന നടുവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ കാലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, അത് മുട്ടുവരെ വരുന്നു, തുടയുടെ ബാക്കിലൂടെ വരുന്നു, അല്ലെങ്കിൽ കാൽപാദങ്ങൾക്ക്, വിരലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകുന്നു, ഇതൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷനുണ്ട്. അങ്ങനെയുള്ള കേസുകൾ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമാണ്. അവിടെ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ കൃത്യമായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് അതിനായിട്ടുള്ളൊരു ചികിത്സ നേടേണ്ടതാണ്. നടുവേദന ലക്ഷണങ്ങൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 2-3 തരത്തിലുണ്ട്. ഒന്ന്, വൊക്കേഷണലായിട്ടുള്ള ഒരു പെയിൻ. അത് കുറച്ച് സമയത്തേക്ക്, നമ്മളൊരു സ്ട്രെയിൻ എടുക്കുന്ന ഒരു സമയത്തേക്ക് മാത്രം. പിന്നീട് വരുന്ന പ്രൊലോങ്ഡ് ആയിട്ടുള്ളതാണ്. അതാണ് ചിലപ്പോൾ ദിവസങ്ങളോളം, ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊലോങ്ഡ്
പെയിനായിട്ട് വരുന്ന കണ്ടീഷൻ. ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നത്. റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ, അതായത് യൂറിൻ കൺട്രോൾ നഷ്ടപ്പെടുക, ഡിസ്ക് വളരെയധികം നെർവിന് മുകളിൽ കംപ്രസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് റെഡ് ഫ്ലാഗ് സൈൻസ്. നിവർന്ന് നിൽക്കാൻ അല്പം പോലും പറ്റാത്ത അവസ്ഥ, നമ്മൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റാത്ത സിവിയർ പെയിനായിട്ട് വരുന്ന റെഡ് ഫ്ലാഗ് സൈൻസ് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിശ്ചയമായിട്ടും ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. ഇനി നമുക്ക് ആയുർവേദ ചികിത്സയിലേക്ക് വരാം. ചികിത്സയിൽ ഏറ്റവും ആദ്യം മരുന്നുകളോ മറ്റ് ആശുപത്രിയിലോ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ 1-2 കാര്യങ്ങൾ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടതാണ്. പോസ്റ്ററൽ കറക്ഷൻ എന്ന് പറയും. പോസ്റ്ററൽ കറക്ഷൻ എന്ന് പറയുന്നത് സെർവൈക്കലുമായിട്ട് ബന്ധപ്പെട്ട് കഴുത്തിൻ്റെ ഭാഗമോ നടുവിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇരിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സീറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇരിപ്പിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ ആദ്യം പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, കമ്പ്യൂട്ടറുമായിട്ട് സിസ്റ്റമായിട്ട്, ഇപ്പോൾ സിസ്റ്റം ഉപയോഗിക്കാത്ത ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ മണിക്കൂറുകൾ ഇരിക്കാം. കമ്പ്യൂട്ടർ ചെയർ എന്ന് പറയുന്ന ചെയർ ഡിസൈൻ ചെയ്തേക്കുന്ന ഹാൻഡ് റെസ്റ്റ് നമ്മുടെ കൈ സപ്പോർട്ട് ചെയ്യാൻ തരത്തിലുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൈമുട്ടുകൾ ആ ഹാൻഡ് റെസ്റ്റിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കണം. അതിൻ്റെ ആ പൊസിഷൻസ്, ആ എർഗണോമിക്സ് തീർച്ചയായിട്ടും നമ്മൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി അത് മനസ്സിലാക്കി നമ്മുടെ ആ ഒരു പോസ്റ്ററൽ കറക്ഷൻ എപ്പോഴും ഇരിക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഹാൻഡ് റെസ്റ്റിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട്, ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നതിൽ കൈ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഒന്നാമത്തെ ഒരു കറക്ഷനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ കിടപ്പിൻ്റെ ഒരു നല്ല ഉറക്കം ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഒരു ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. നല്ല ഉറക്കം ലഭിക്കാനായിട്ട് നമ്മുടെ സ്പൈനൽ നല്ല സ്ട്രെയിറ്റായിട്ട് കംഫർട്ടബിളായിട്ട് കിടക്കണം. പലപ്പോഴും ഇന്ന് ആൾക്കാർ കണ്ടുവരുന്നത് വലിയ പില്ലോ, കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ മൊബൈൽ കണ്ടിട്ടുണ്ടായിരിക്കാം അവർ കിടക്കുന്നത്. ആ കാണാനുള്ള സൗകര്യത്തിന് വലിപ്പം കൂടിയ വലിയ തിക്കായിട്ടുള്ള പില്ലോ വെച്ചിട്ട് പല ആൾക്കാരും, ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ സ്പൈനൽ കോഡ് ബെൻഡായിട്ടിരിക്കുമ്പോൾ സ്ട്രെച്ച്ഡ് ആയിട്ടായിരിക്കണം, വലിഞ്ഞ് മുറുകിയായിരിക്കും. പക്ഷേ അതൊരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വിഷയത്തിൽ കുറേ കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. അവിടെയാണ് നമ്മൾ കനം കുറഞ്ഞ പില്ലോ കഴുത്തിന് വേദനയുള്ള ആൾക്കാർ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡും അതുപോലെ തന്നെ ഓവർ ഹാർഡായിട്ടുള്ള ബെഡും ഒരിക്കലും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് എപ്പോഴും ഒരു ബെഡിന് നല്ലത്. ഈവൻ നമ്മൾ പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെർവൈക്കൽ പില്ലോസ് എന്ന് പറയുന്ന കഴുത്ത് വേദന ഉള്ള ആൾക്കാർ എപ്പോഴും ഓൺലൈൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സെർവൈക്കൽ പില്ലോ തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വളരെ തിക്കായിട്ടുള്ള സെർവൈക്കൽ പില്ലോസ് കാണുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ പുറകിലുള്ള ആ ഒരു മടക്ക്, ആ ഒരു ഷേപ്പിനെ കവർ ചെയ്യത്തക്ക രീതിയിൽ മാത്രമുള്ള കനം മതി നമ്മുടെ ഒരു പില്ലോയ്ക്ക്. അതിന് ഏറ്റവും നല്ലൊരു സ്റ്റിഫായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഒരു ടവൽ റോൾ ചെയ്ത് നമ്മുടെ കഴുത്തിൻ്റെ ആ മടക്കിൻ്റെ ഭാഗത്ത് മാത്രം വെക്കുക. കഴുത്ത് ബെൻഡ് ചെയ്തിരിക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകാതെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. മറ്റൊന്ന്, നടുവേദനയുള്ള ഒരാളെ സംബന്ധിച്ചോളം നേരെ കിടക്കുമ്പോൾ മുട്ടിന് താഴെ ഒരു മീഡിയം സൈസിലുള്ള ഒരു പില്ലോ വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത് 2 കാലുകൾക്കും ഇടയിൽ ഒരു പില്ലോ വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. മറ്റൊന്നാണ് നമ്മുടെ വിസറൽ ഫാറ്റ്. ഇന്ന് കുടവയറുള്ള, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഒരുപാട് പേരിൽ കുടവയറുള്ള, അപ്പോൾ ഈ കുടവയർ വരുന്ന ആൾക്കാരിൽ നട്ടലിൻ്റെ വളവ് കുറേ കൂടെ എക്സസീവ് ബെൻഡിങ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വിസറൽ ഫാറ്റ് കുറയ്ക്കത്തക്ക തരത്തിൽ നമ്മുടെ എക്സസൈസിനെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. സ്പൈനൽ എക്സസൈസ്, യോഗ വളരെ സ്ട്രെച്ചിങ് എക്സസൈസ്, യോഗ ബേസിക്കലി സ്ട്രെച്ചിങ് എക്സസൈസാണ്. നമ്മുടെ ബോഡിയെ വളരെയധികം കേപ്പബിളാക്കുന്ന സ്ട്രെച്ചിങ് എക്സസൈസാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എക്സസൈസുകൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് നമ്മുടെ നട്ടിൽ സ്ട്രെയിറ്റ് ആക്കി വെക്കുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ചാടി മലന്ന് കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ചാടി ഒറ്റയടിക്ക് എഴുന്നേൽക്കാതെ സൈഡിലേക്ക് ചരിഞ്ഞതിന് ശേഷം കാലുകൾ ബെഡിന് പുറത്ത് കൊണ്ടുവന്ന് വളരെ പതുക്കെ സാവധാനത്തിൽ എഴുന്നേൽക്കുന്നത് പ്രത്യേകം നടുവേദനയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സസൈസാണ് ഫ്ലാറ്റ് ബെഡിൽ കിടന്നതിന് ശേഷം നമ്മുടെ വയറ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത്. കൈമുട്ടുകൾ ബെഡിൽ ഉറപ്പിച്ചതിന് ശേഷം, ഫ്ലാറ്റായിട്ട് ഉറപ്പിച്ചതിന് ശേഷം അപ്വേർഡ്സ് മൂവ്മെൻറ്റ് ഏറ്റവും നല്ലതായിരിക്കും.
ഒരു ആയുർവേദ ചികിത്സയ്ക്ക് നടുവേദനയ്ക്കായിട്ട് ഒരു ആയുർവേദ ആശുപത്രിയിൽ പോകാനായിട്ട് ഒരാൾ മുതിരുമ്പോൾ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആയുർവേദ ചികിത്സ നടുവേദനയുടെ കാര്യത്തിൽ സുരക്ഷിതമാണോ, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടൊരു മറുപടി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നടുവേദനയും നമുക്ക് ഒരുപോലെ ആയുർവേദ ചികിത്സ കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുന്നതല്ല. അതൊരു സത്യാവസ്ഥയാണ്, മനസ്സിലാക്കണം. അതായത് ടയർ എന്ന് പറയുന്നത് ഡിസ്ക് കംപ്ലീറ്റ്ലി പൊട്ടി ന്യൂക്ലിയസ് എന്ന് പറയുന്ന അതിൻ്റെ നടുക്കിലുള്ള ഭാഗം പൊട്ടി പുറത്തു വരുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഞാൻ പറഞ്ഞു നേരത്തെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുന്ന അവസ്ഥാവിശേഷമാണ്. ഈ അവസ്ഥയിലൊക്കെ ആയുർവേദ ചികിത്സ ചെയ്യുന്നതിന് ചില പരിമിതികളാണ്. എന്നാൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന സാധാരണ നടുവേദന, ഡിസ്ക് കംപ്രഷൻ, അതുപോലെ തന്നെ ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ള കാര്യങ്ങളിൽ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ 80% കേസുകൾ ഈ പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ് വരെയുള്ള കണ്ടീഷൻസാണ്. ഈ കണ്ടീഷൻസൊക്കെ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവിടെയാണ് നമ്മളൊരു MRI ചെയ്ത് ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ള കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സ തുടങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾപ്പെടുന്നത്. ആയുർവേദ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഴി, അഭ്യംഗം, അതുപോലെ തന്നെ നിംബുകസ്വേദം, നാരങ്ങാക്കിഴി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കടിവസ്തി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പ്രധാനമായിട്ടും നടുവിൽ നീർക്കെട്ടുണ്ടാവും. നമ്മൾ ഫിസിയോതെറാപ്പിയും ആയുർവേദവും കൂടെ ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റാണ് കൈൽവാരത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ അനുവർത്തിച്ച് വരുന്നത്. അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രാക്ഷൻ ഫിസിയോതെറാപ്പി വഴി കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ ബോഡിയുടെ പോസ്റ്ററൽ കറക്ഷൻ മസാജ് വഴി ചെയ്യുകയും ചെയ്യുന്നു. അതൊരു പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. കിഴിയിടുന്നത് അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു കിഴിയാണ്. മറ്റൊന്നാണ് ലോക്കലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് കടിവസ്തി എന്ന് പറയുന്നത്. നടുവിന് എണ്ണ നിർത്തുന്ന ഒരു ചികിത്സയാണ്. വാമായിട്ടുള്ളൊരു ഓയിൽ അവിടെ നിർത്തും. ആ ഭാഗത്ത് അതും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇൻറ്റേർണൽ സ്വെല്ലിംഗ് ഒഴിവാക്കാനും കടിവസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റ് സഹായകമാണ്. അതോടൊപ്പം കടിവസ്തി നെയ്ബറിങ് മസിൽസിനെ ബലമുള്ളതാക്കുവാനും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തെ താങ്ങുവാൻ നമ്മുടെ നട്ടലിനോടൊപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന മസിൽസിനെ കഴിവുള്ളതാക്കുവാനും കടിവസ്തി പോലുള്ള ചികിത്സകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. മറ്റൊന്നാണ് പിഴിച്ചിൽ, സർവാംഗധാര എന്ന് പറയുന്ന പിഴിച്ചിലുള്ളത്. പിഴിച്ചിൽ ശരീരത്തെ മുഴുവൻ ഓയിൽ ഒഴിക്കുകയും അവിടെ ഉള്ള നീരുകൾ കറക്റ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക പാറ്റേണിലുള്ള ഒരു മസാജും ചെയ്യുന്നത് ഡൗൺവേർഡ്സ് ട്രാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അത് നിലനിർത്തുവാനും നമ്മൾ ഫസ്റ്റ് 7 days ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ കറക്ഷനായിട്ടും സെക്കൻഡ് 7 days ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ അത് റിസ്റ്റോറേഷൻ എന്നുള്ള പേരിലും ആണ് അറിയപ്പെടുന്നത്. സ്പൈനൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നടുവേദന, നട്ടൽ വേദന എന്ന് കോമൺ ആയിട്ട് പറയപ്പെടുന്ന ഈ അവസ്ഥാവിശേഷത്തിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായും സുരക്ഷിതവുമായ ചികിത്സ ഉണ്ട്. എന്നാൽ അത് കൃത്യതയുള്ളതും അറിവുള്ളതുമുള്ള സ്ഥാപനങ്ങളിലായിരിക്കണം ചികിത്സ തേടേണ്ടത്.